ഇയാളെൻ്റെ ചന്തിക്ക് പിടിച്ചു വിനുവേട്ട. ബൈക്കിൽ നിന്നും ഇറങ്ങുകയായിരുന്ന വിനുവിനോട് ഞെട്ടലോടെ തിരിഞ്ഞുകൊണ്ട് രമ്യ പറഞ്ഞു. അയ്യോ ചേച്ചി, ഞാൻ ബൈക്കിൽ നിന്ന് തിരിഞ്ഞിറങ്ങിയപ്പോൾ അറിയാതെ എൻ്റെ കൈ തട്ടിയതാ. അത് കേട്ട് ഞെട്ടലോടെ വിഷ്ണു പറഞ്ഞു. വിഷ്ണു കറുത്ത നിറത്തിൽ പഴകിയ ഒരു കാവിമുണ്ടും നരച്ചു കളറ് മങ്ങിയ കറുത്ത ഷർട്ടും ധരിച്ച് ബജാജിൻ്റെ പഴയൊരു CT100 ബൈക്കിൽ വന്നിറങ്ങിയവൻ. രമ്യ കാഴ്ചയിൽ തന്നെ അതീവ സുന്ദരിയും തിളക്കമാർന്ന വസ്ത്രം ധരിച്ചവളും. വിനു 6 അടി പൊക്കത്തിൽ ആരോഗ്യവാനായ ജീൻസും ഷർട്ടും ധരിച്ച ചെറുപ്പക്കാരൻ. ബുള്ളറ്റിലാണ് ഇരുവരും വന്നത്. ആദ്യം ബൈക്ക് നിർത്തിയ വിഷ്ണുവിന് പിന്നാലെ സൈഡിൽ വിനുവും ബൈക്ക് നിർത്തുകയായിരുന്നു. രമ്യയും വിഷ്ണുവും ഒരുമിച്ച് വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നതിനിടയിൽ ആണ് അത് സംഭവിക്കുന്നത്. വിനു ചാടി വിഷ്ണുവിൻ്റെ കഴുത്തിന് പിടിച്ച് ബൈക്കിലേക്ക് കിടത്തി. മോനെ നീ. അപ്പോഴേക്കും മുന്നിലെ കടകളിൽ നിന്നും മറ്റും ആളുകൾ ഓടി വന്നു. എന്താ പ്രശ്നം? ഒരുവൻ ചോദിച്ചു. ചേട്ടാ, ഇയാളെൻ്റെ ശരീരത്തിൽ കയറി പിടിച്ചു. അവൾ ദയനീയമായി അവരോട് മറുപടി പറഞ്ഞു. അത് കേട്ടതും 3-4 പേർ മുന്നോട്ട് വന്നു. മോനങ്ങ് മാറിക്കേ, ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഇമാതിരി പോക്കരുത്തരം കാണിച്ചവനെ ഞങ്ങൾ തന്നെ പെരുമാറിക്കോളാം. അവർ വിനുവിനെ മാറ്റി നിർത്തി. വിഷ്ണുവിൻ്റെ കഴുത്തിനെ പിടിച്ച് വലിച്ചുകൊണ്ട് ഒരുവൻ മോന്തക്കടിച്ചു. അടി കൊണ്ടപാടെ അവൻ നിലത്ത് വീണു. അയ്യോ, എന്നെ തല്ലല്ലേ ചേട്ടാ, ഞാനിവിടെ അടുത്തൊരു വീട്ടിൽ പെയിൻറ്റ് പണിക്ക് വന്നതാണ്. ചായ കുടിക്കാൻ വണ്ടി നിർത്തിയതാ. സത്യമായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. മിണ്ടരുത് നീ, നിന്നെ കണ്ടാലറിയാം നീ ശരിയല്ലെന്ന്. ഒരുവൻ പിന്നിൽ നിന്നും വന്ന് വിഷ്ണുവിൻ്റെ മുതുകിൽ ചവിട്ടിക്കൊണ്ട്. ഇവനെപ്പോലുള്ള ഞരമ്പുകളെയൊക്കെ എന്ത് ചെയ്യണം എന്നറിയാമോ? വിഷ്ണു മുഖമിടിച്ച് നിലത്തേക്ക് വീണു. ഒരുവൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തി. എന്നെ തല്ലല്ലേ ചേട്ടാ, പ്ലീസ്. എനിക്കെന്തെങ്കിലും പറ്റിയ അമ്മയ്ക്കാരും ഇല്ല. അവൻ്റെ ഇരു കരണങ്ങളിൽ മാറി മാറി അടിച്ചുകൊണ്ട് ഒരുവൻ. അത് നീ ഓരോന്ന് ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു. ഒരുവൻ മുട്ടുകാലുകൊണ്ട് വിഷ്ണുവിൻ്റെ കാലിൻ്റെ കവയ്ക്കിടയിൽ ആഞ്ഞു തൊഴിച്ചു. വിഷ്ണു വാപൊത്തി കുന്തങ്കാലിൽ ഇരുന്നു പോയി. പിന്നിൽ നിന്നും ഒരുത്തൻ ഷർട്ടിൽ പിടിച്ചു വലിച്ച് നിലത്തേക്കിട്ടു. അവൻ്റെ ഷർട്ട് ഒരു ഭാഗം കീറി അയാളുടെ കയ്യിലിരുന്നു. ഒന്ന് നിർത്തുവോ? സമീപത്ത് ശ്രീകൃഷ്ണ ബേക്കറി നടത്തുന്ന അനാമിക അവർക്കിടയിലേക്ക് ഇറങ്ങി വന്നു. എല്ലാവരും അവളെ നോക്കി. കുറേ നേരമായല്ലോ, നിങ്ങൾക്കൊക്കെ ഭ്രാന്താണ്. ഒരപ്പൂപ്പൻ അവിടെ തലകറങ്ങി വീണപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെയൊന്നും കണ്ടില്ലല്ലോ. കുറേ സദാചാരക്കാർ വന്നേക്കുന്നു. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കണം, അല്ലാതെ നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. ചേട്ടാ, പോലീസിനെ വിളിച്ചു കൊടുക്ക്. ഇനി തമ്പുരാട്ടി പറഞ്ഞിട്ട് ആരും കേട്ടില്ലെന്ന് വേണ്ട, ഒരുവൻ പറഞ്ഞു. അവർ പോലീസിനെ വിളിച്ചു. വിഷ്ണു കിതച്ചുകൊണ്ട് വായിൽ നിന്ന് ചോരയും ഒലിപ്പിച്ച് അവിടെയിരുന്നു. അനാമിക തൻ്റെ കടയിൽ നിന്നും ഒരു സോഡ പൊട്ടിച്ചു കൊണ്ടുവന്ന് വിഷ്ണുവിന് നേരെ നീട്ടി. അവൻ വേണ്ടെന്ന് തലയാട്ടി. താനിത് കുടിക്കേ, ഇനി ഇവിടെ കിടന്നെങ്ങാനും താൻ ചത്ത ഞങ്ങൾക്ക് സാക്ഷി പറയാൻ നടക്കാനൊന്നും പറ്റത്തില്ല. വിഷ്ണു അത് വാങ്ങി മെല്ലെ മെല്ലെ കുടിച്ചു. പോലീസ് വന്നു വിഷ്ണുവിനെ ജീപ്പിൽ കയറ്റി. ബുള്ളറ്റിൽ പിന്നാലെ പോയി വിനുവും രമ്യയും പരാതിയും എഴുതിക്കൊടുത്ത് തിരിച്ചുപോയി. ഷെഡ് ഇട്ടിട്ടുണ്ടോടാ? ഉണ്ട് സാർ. പക്ഷേ എന്താ ഒരു പക്ഷേ? അവൻ മിണ്ടിയില്ല. ആ മുണ്ടും ഷർട്ട് അഴിച്ചു വെച്ചിട്ട് ഷെഡ് മാത്രമായിട്ട് ആ മൂലയ്ക്കൽ പോയി നിന്നോ? വിഷ്ണു പരുങ്ങലോടെ ഷർട്ടും മുണ്ടും അഴിച്ചു. അത് കണ്ട് പോലീസുകാരും സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ചിരിക്കാൻ തുടങ്ങി. പഴകിയ ആ ഇന്നർവെയറിന് നിറയെ തുളകളുണ്ടായിരുന്നു. വിഷ്ണു തല കുനിച്ച് മൂലയിലേക്ക് നടന്നു. എന്തോന്നടേ ഇത്? വീട്ടിലെ അരിപ്പയോ? SIയുടെ ചോദ്യം കേട്ട് എല്ലാവരും ചിരിച്ചു. അവളെപ്പോലെ ഒരു സാധനത്തിനെ കണ്ടാൽ പിടിക്കാൻ തോന്നും, പ്രത്യേകിച്ചും നമ്മളെപ്പോലെ കൗതുകം കൂടുതലുള്ള ആളുകൾക്ക്. എന്നു കരുതി പബ്ലിക്കായി പിടിക്കാമോടെ? SI അവനെ കളിയാക്കി ചോദിച്ചു. എനിക്കങ്ങനൊന്നും തോന്നിയില്ല സാർ. ഞാൻ അങ്ങനെ ഒരാളല്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് പിടിച്ചിട്ടില്ല. SIക്ക് അതിഷ്ടപ്പെട്ടില്ല. അയാൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ ഒരാളല്ലെന്ന് പറഞ്ഞാൽ? അവന് മുഖാമുഖം അയാൾ നിന്നു. പറയടാ, അങ്ങനെ ഒരാളല്ലെന്ന് പറഞ്ഞാൽ? അപ്പോൾ ഞാൻ മോശമാണെന്നോ? വിഷ്ണു ദയനീയതയോടെ SIയെ നോക്കി. നീ മനഃപൂർവ്വം പിടിച്ചെന്ന് പറയടാ. ഞാൻ പിടിച്ചിട്ടില്ല സർ, പ്ലീസ്. SI കോൺസ്റ്റബിളിനെ നോക്കി. അയാൾ CCTV കണക്ഷൻ വെടിവിച്ചു. SI അവനെ കുനിച്ചു നിർത്തി മുതുകിന് മുട്ടുകൈ കൊണ്ട് 3 ഇടിയിടിച്ചു. വിഷ്ണു ചുമച്ചുകൊണ്ട് നിലത്തേക്കിരുന്നു. നീ പിടിച്ചെന്ന് പറയടാ. ഞാൻ പിടിച്ചിട്ടില്ലല്ലോ സർ. അയാൾ അവനെ വീണ്ടും പൊക്കിയെടുത്തു. റസൽ സർ, ഒരു പച്ചീർക്കിളി ചീകിയെടുത്തോണ്ട് വാ. റസൽ അത് കൊണ്ടു കൊടുത്തു. വിഷ്ണുവിനെ സെല്ലിലേക്ക് കയറ്റി മുട്ടിൽ നിർത്തി 2 പോലീസുകാർ പിന്നിൽ നിന്നും പിടിച്ചു. അയാൾ അവനിൽ പച്ചീർക്കിളി പ്രയോഗം നടത്തി. അവിടെ മുഴുവൻ അവൻ്റെ നിലവിളി ഉയർന്നു. എന്നിട്ടും വിഷ്ണു സമ്മതിച്ചില്ല. താൻ FIR എഴുത്, അവൻ സമ്മതിച്ചോളൂ. അപ്പോഴേക്കും വിനുവിനെയും രമ്യയെയും കൂട്ടി അനാമിക സ്റ്റേഷനിൽ വന്നു. അവൾ തൻ്റെ കടയുടെ മുകളിലുണ്ടായിരുന്ന ബ്യൂട്ടി പാർലറിലെ CCTV ദൃശ്യങ്ങൾ SIക്ക് കാണിച്ചു കൊടുത്തു. അവൻ്റെ ഒരു നിറവും വേഷവും ഒക്കെ കണ്ടപ്പോൾ ഞാനും കരുതി ഉള്ളതായിരിക്കുമെന്ന്. ചെറുതായൊന്ന് പെരുമാറിയിരുന്നു. എന്തായാലും വിട്ടേക്കാം, നിങ്ങൾ പൊക്കോ. ഇല്ല സർ, ഇപ്പോൾ തന്നെ ഒന്ന്, വിനു പറഞ്ഞു. ശരി, നിങ്ങൾ പുറത്തേക്ക് നിന്നോ, ഇപ്പോൾ വിട്ടേക്കാം. അനാമികയ്ക്ക് എന്തോ സംശയം തോന്നി. എങ്കിലും അവൾ പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് മെല്ലെ മെല്ലെ ചുവടുകൾ വെച്ച് വിഷ്ണു ഇറങ്ങി വന്നു.
അവർ 3 പേരും വിഷ്ണുവിനെ നോക്കി. ക്ഷമിക്കണം, അപ്പോഴത്തെ ഒരു മനഃപൂർവ്വം അല്ലല്ലോ, സാരമില്ല. ഇത് കുറച്ച് പൈസയുണ്ട്, ക്ഷമിക്കണം ഞങ്ങളോട്. വിനു കുറച്ച് പണമെടുത്ത് അവൻ്റെ കൈകളിൽ വെക്കാൻ തുടങ്ങിയതും അവൻ കൈവലിച്ചു. വേണ്ട സർ, എനിക്ക് ഇതുപോലൊരു കറുത്ത ഷർട്ട് മേടിക്കണം. നാളെ പണിക്ക് പോകുമ്പോൾ ഇടാനൊന്നുമില്ല. അത് ഞാൻ വാങ്ങിക്കൊടുത്തോളാം, അനാമിക പറഞ്ഞു. വിഷ്ണു അവളെ നോക്കി. നിങ്ങൾ പൊക്കോ, ഇയാളെ ഞാൻ കൊണ്ടുവിട്ടോളാം. വിഷമത്തോടെ വിഷ്ണുവിനെ നോക്കിയ ശേഷം അവർ മടങ്ങി. അനാമികയ്ക്കൊപ്പം അവളുടെ ആൾട്ടോ കാറിൽ വിഷ്ണുവും കയറി. അവനെന്തോ വേദന സഹിച്ചിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഡ്രൈവിങ്ങിനിടയിൽ അവൾ ചോദിച്ച്. ഇല്ല, എനിക്കൊന്ന് മൂത്രമൊഴിക്കണം. എവിടെങ്കിലും ഒതുങ്ങിയ സ്ഥലം കാണുമ്പോൾ. അവൾ ആളൊഴിഞ്ഞ ഒരിടത്ത് വണ്ടി നിർത്തി. വിഷ്ണു കുറച്ചു മാറി മൂത്രം ഒഴിക്കുവാനായി കുറച്ചു നേരമായി നിൽക്കുന്നു. എന്ത് ചോദിക്കണമെന്നറിയാതെ അവൾ കാറിനരികിൽ തന്നെ നിന്നു. ഒടുവിൽ വിഷ്ണുവിൻ്റെ മൂത്രം ഒഴിക്കാനുള്ള ശ്രമം വിജയിച്ചു. ചോര കലർന്ന മൂത്രം പുറത്തേക്കൊഴുകി. നീറൽ സഹിക്കാതെ കരഞ്ഞുകൊണ്ട് മൂത്രം മുഴുമിപ്പിക്കാതെ അവൻ നിലത്തേക്കിരുന്നു. ഓടി വന്ന് നോക്കിയ അനാമിക ചോര കണ്ട് മുഖം തിരിച്ചു. അവൻ കരഞ്ഞുകൊണ്ട് അടുത്തുള്ള മരത്തിൽ പിടിച്ച് മുട്ടുകാലിൽ കുഞ്ഞിക്കൂടിയിരുന്നു. അവൾ വണ്ടിയിൽ നിന്നും ടവലെടുത്ത് അവന് കൊടുത്തു. തുടക്ക്, ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, അവരെന്താ പറ്റിയെന്ന് ചോദിക്കില്ലേ? വീണ്ടും പ്രശ്നമായാൽ അയാളുടെ തല്ലുകൊള്ളാൻ എനിക്ക് വയ്യ. എനിക്കറിയാവുന്ന ആളുടെ ഹോസ്പിറ്റലിൽ പോവാം, വാ. അവൾ തൻ്റെ സുഹൃത്തിൻ്റെ ക്ലിനിക്കിൽ അവനെ കൊണ്ടുപോയി. മരുന്ന് വാങ്ങി മുറിവുകൾ കഴുകി കെട്ടി പുതിയ ഷർട്ട് മേടിച്ചു കൊടുത്തു. തിരിച്ച് കാറിൽ വരുമ്പോൾ, ആരാ നിങ്ങൾ? എനിക്ക് വേണ്ടി എന്തിനാ ഇതെല്ലാം ചെയ്യുന്നേ? അവൾ ചിരിച്ചു. ഞാൻ കാര്യമായി ചോദിച്ചതാ. എല്ലാവരും എന്നെ സംശയിച്ചപ്പോൾ നിങ്ങൾ മാത്രം എന്താ? എൻ്റെ ഭർത്താവിന് ഒരു അനിയനുണ്ടായിരുന്നു. പേര് കേട്ടാൽ ചിലപ്പോൾ താൻ അറിയുമായിരിക്കും. വിവേക് ഗോവർദ്ധനം. അവൻ്റെ മുഖം മാറി. അവനെ ഒരു പെങ്കൊച്ചിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അവനൊട്ടും താല്പര്യമില്ലായിരുന്നു താനും. അങ്ങനെ ഞങ്ങൾ അവൻ്റെ കല്യാണം ഉറപ്പിച്ചു. ഈ പെൺകൊച്ച് ആദ്യം അവൻ്റെ നല്ല സുഹൃത്തായിരുന്നു. എപ്പോഴും വിളിക്കും, വിശേഷങ്ങൾ പറയും. എന്നോടും സംസാരിച്ചിട്ടുണ്ട്. അവസാനം ഇവൾ പ്രപ്പോസ് ചെയ്തു. അവൻ പറ്റില്ലെന്ന് പറഞ്ഞു. കല്യാണം ഉറപ്പിച്ചപ്പോൾ ഇനി ഒരിക്കലും അവന് കിട്ടില്ലെന്ന വാശിയിൽ അവൾ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചെന്ന് പറഞ്ഞ് അവനെതിരെ ആത്മഹത്യക്കുറിപ്പും എഴുതി വെച്ചിട്ട് കെട്ടിത്തൂങ്ങി. കേട്ട പാതി കേൾക്കാത്ത പാതി നാട്ടുകാർ ഇളകി. പലതവണ വീട്ടിൽ വെച്ച് ശാരീരികമായി ബന്ധപ്പെട്ടിരുന്നു എന്നും ആ കുട്ടി അതിൽ എഴുതിയിരുന്നു. ഞങ്ങൾ പോലും അവനെ വിശ്വസിച്ചില്ല. ഞങ്ങളുടെ കൺമുന്നിൽ നാട്ടുകാർ അവനെ പൊതിരെ തല്ലി. അന്ന് രാത്രിയിൽ ലോക്കപ്പിൽ വെച്ചവൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴാണ് അവൾ വെർജിനായിരുന്നെന്നറിയുന്നത്. പിന്നീട് അവരുടെ മെസ്സേജുകളും മറ്റും പരിശോധിച്ചതോടെ ഇന്ന് താൻ അവിടെ അവരുടെ മുന്നിൽ യാചിക്കുന്ന കണ്ടപ്പോൾ എനിക്കെൻ്റെ അനിയനെ ഓർമ്മ വന്നു. വിഷ്ണു പകച്ചിരുന്നു. നമ്മുടെ സമൂഹം അങ്ങനെ ആയിപ്പോയടോ. ആരോപണങ്ങൾ മതി, പിന്നെ അത് സത്യമാണെന്ന രീതിയിൽ പ്രതികരണമാണ്, മുൻവിധിയാണ്. നിറമില്ലാത്തവനും മങ്ങിയ വസ്ത്രം ധരിച്ചവനുമൊക്കെ മോശക്കാരനും, മൊബൈൽ മുതൽ കാർ തുടങ്ങി ഡ്രസ്സ് വരെ വില കൂടുതലുള്ളത് ഉപയോഗിക്കുന്നവനെല്ലാം മാന്യനും എന്ന തെറ്റിദ്ധാരണ. അവൾ വണ്ടി വീടിന് മുന്നിൽ നിർത്തി. വിഷ്ണു ഇറങ്ങി. പണ്ട് സ്വാമി വിവേകാനന്ദൻ ഒരു വെള്ളക്കാരനോട് പറഞ്ഞൊരു വചനമുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ജെന്റിൽമാനെ ഉണ്ടാക്കുന്നത് തുന്നൽക്കാരനാണ്, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ജെന്റിൽമാനെ നിർവചിക്കുന്നത് അയാളുടെ സ്വഭാവമാണ് എന്ന്. ഇന്നതൊക്കെ മാറിയിരിക്കുന്നു. പണമുള്ളവൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ശരിയും, ഇല്ലാത്തവൻ ചെയ്യുന്നതെല്ലാം മോശവും തെറ്റും. സംശയമുണ്ടെങ്കിൽ നാളെ കൂട്ടുകാരൻ്റെ ഒരു ആഡംബര കാറും എടുത്ത് മിന്നുന്ന വസ്ത്രവും ധരിച്ച് കഴുത്തിൽ ഒരു റോൾഡ് ഗോൾഡിൻ്റെ മാലയും ഇട്ട് ബ്യൂട്ടി പാർലറിൽ പോയി ഒന്ന് മിനുങ്ങിയിട്ട് ഇന്ന് ഈ സംഭവം ഉണ്ടായ അതേ സിറ്റിയിലേക്കൊന്ന് ഇറങ്ങി നോക്ക്. ഇന്ന് കണ്ട അതേ ആളുകളുടെ മനോഭാവം മാറുന്നത് കാണാം. പുറമേ നമ്മൾ എന്ത് കാണിക്കുന്നു അതേ ലോകം വിശ്വസിക്കും. അവൻ തലയാട്ടെ. അമ്മയോട് ഇനി എന്തു പറയും? വണ്ടിയിൽ നിന്ന് വീണു പറഞ്ഞോളാം. ആ കൂട്ടത്തിൽ ഒരു ചേച്ചിയെയും കൂടി കിട്ടിയെന്ന് പറഞ്ഞേക്ക്. ചേട്ടൻ വിളിക്കുമ്പോൾ ഞാനും പറയുന്നുണ്ട് പുതിയൊരു അനിയനെ കിട്ടിയ കാര്യം. ചേട്ടൻ എവിടെ? അങ്ങ് ബോർഡറില്ല, പട്ടാളത്തിൽ. അവൻ ചിരിച്ചു. എന്നാൽ ഞാൻ പോട്ടെ. അവൾ വണ്ടി മുന്നോട്ടെടുത്തു. അവൾ ദൂരെ മറയുന്നത് നോക്കി വിഷ്ണു അങ്ങനെ നിന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.